സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമോ എന്നാണ് ചോദ്യം. 1981 ജസ്റ്റിസ് വി എ കിഷയ്യർ KSR ദേവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിൽ പറഞ്ഞ ഒരു വിധി പ്രസ്താവമുണ്ട്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജയിലിനുള്ളിൽ പോലും ഒരു പരമാധികാര രാഷ്ട്രം, ഒരു ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ ജയിലഴികൾക്കുള്ളിലും ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 21 വ്യക്തിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, ഇത് മൂന്നും പരിപാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും വീണ്ടും നിങ്ങൾ പുനർവിദ്യാഭ്യാസം നടത്തണം. എന്തിന്? വ്യക്തിയുടെ അന്തസ്സ്, അവൻ്റെ ആത്മാഭിമാനം, അതിനെ ബഹുമാനിക്കുന്നതിനുള്ള ഒരു ശിക്ഷണം കൊടുക്കണം പോലീസ് ഉദ്യോഗസ്ഥർക്ക്, കോൺസ്റ്റാബുലറി ഫോഴ്സിൽ നിന്ന് പറഞ്ഞത് ജസ്റ്റിസ് വി എ കിഷയ്യറാണ്. എത്രയോ വിധിന്യായങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. ആ വിധിന്യായങ്ങളിലെല്ലാം ഒന്നൊഴിയാതെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് കസ്റ്റോഡിയൽ ടോർച്ചർ എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡായ സമൂഹത്തിനും ജനാധിപത്യത്തിനും ഗുണകരമായ ഒന്നല്ല എന്ന് തന്നെയല്ലേ? എന്നിട്ട് നാളിതുവരെ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചു? നമ്മുടെ പോലീസ് നയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു? എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങേയറ്റം ഗുരുതരമായ പ്രശ്നമുള്ളതാണ് എന്ന് തന്നെയാണ് ഞാനിത് ഇന്നലെയും പറഞ്ഞിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദയനീയമായിട്ടുള്ള പരാജയമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ആവർത്തിച്ചു പറയണം. ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ മാത്രം മാറ്റാൻ കഴിയുന്നതല്ല പോലീസ് സേനയിലെ ഘടനാപരമായ ഹിംസാത്മകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഘടനാപരമായിട്ടുള്ള ചില സവിശേഷതകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ മനസ്സിലാവുക. ഞാൻ കുറച്ച് ചരിത്രം പറയാം. ഒരു 4-5 കേസുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. പല സർക്കാരുകളുടെ കാലത്ത് എങ്ങനെയായിരുന്നു പോലീസ് സേന പ്രവർത്തിച്ചിരുന്നത്, ഒടുവിൽ കോടതിയിൽ പോകുമ്പോൾ വിധിന്യായം വരുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണ്, നീതി വൈകിക്കിട്ടുന്ന നീതി കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് രാജൻ കേസ് മുതൽ തുടങ്ങാം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഈശ്വരവാര്യർക്ക് നീതി കിട്ടിയോ? ഈശ്വരവാര്യർക്ക് നീതി കിട്ടിയില്ല. തൻ്റെ മകനെ ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നൊരു മനുഷ്യനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിലും നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം മകനെ കിട്ടാതെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈശ്വരവാര്യർ കരഞ്ഞത് ആർക്കെതിരെയായിരുന്നു? ഈശ്വരവാര്യർ പോരാടിയത് ആർക്കെതിരെയായിരുന്നു? അന്ന് കരുണാകരനായിരുന്നില്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി, അന്ന് അച്യുതമേനോൻ്റെ മന്ത്രിസഭയായിരുന്നില്ലേ ഭരിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് ഈശ്വരവാര്യർക്ക് നീതി നേടിക്കൊടുക്കാൻ അന്നത്തെ സർക്കാരിന് കഴിയാതെ പോയത്? ഈ പോലീസിനുള്ളിലെ ഘടനാപരമായ ഒരു എംപയർ ബിൽഡിംഗ് ഉണ്ട്, ഒരു സാമ്രാജ്യത്വ മനോഭാവമുണ്ട്, ഒരു ഫ്യൂഡൽ മനോഭാവമുള്ള ഒരു വിഭാഗം ആളുകൾ നിരന്തരം ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് പൊളിക്കാൻ അച്യുതമേനോന് കഴിഞ്ഞിട്ടില്ല, കരുണാകരന് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്താണെന്ന് പറഞ്ഞു. 10 വർഷം കഴിഞ്ഞ് 1987 നയനാർ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ചേർത്തലയിലുള്ള ഗോപി എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യനെ ടേപ്പ് റെക്കോർഡ് മോഷ്ടിച്ചു എന്ന പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു. അയാളെ തല്ലിക്കൊല്ലുകയാണ്. ട്യൂബ് ലൈറ്റ് വയറ്റിൽ തറച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു പോലീസിൻ്റെ ഭാഷ്യം. ഒടുവിൽ എന്ത് ചെയ്തു എന്നറിയാമോ? ചേർത്തലയിലെ ഗോപിയുടെ അച്ഛൻ തങ്കപ്പൻ ഈ മകൻ്റെ ശരീരവുമായി 1988 മുതൽ ഒരു സമരം പ്രഖ്യാപിച്ചു. ഈ കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി വരാതെ ഞാൻ എൻ്റെ മകൻ്റെ ശവശരീരം സംസ്കരിക്കില്ല എന്നായിരുന്നു അച്ഛൻ തങ്കപ്പൻ പറഞ്ഞിരുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയോ? 20 വർഷം ആ പോരാട്ടം നീണ്ടു. 2008 വിധി വരുന്നത്. 11 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ പരാജയപ്പെട്ട് സ്വന്തം മകൻ്റെ മൃതശരീരം വീട്ടുമുറ്റത്ത് അടക്കം ചെയ്തു. ആ അച്ഛന് നീതി കിട്ടിയില്ല. 2008 വിധി വരുന്നു. 20 വർഷം ആ വിധി വരാൻ തടസ്സം എന്താണെന്നറിയാമോ? തെളിവുകൾ കൊടുത്തില്ല. ആരാ തെളിവ് കൊടുക്കേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യത്തിൽ അന്ന് CCTV ദൃശ്യങ്ങളില്ല. അവിടെ സാക്ഷിമൊഴി കൊടുക്കേണ്ടത്, അവിടെ എന്താണ് സംഭവിച്ചെന്ന് പറയുന്നത് പോലീസിനുള്ളിൽ തന്നെയുള്ളവരാണ്. പരസ്പരം പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടേഷൻ സംഘമായിട്ട് ഈ പോലീസ് സേന പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പോലീസ് സംവിധാനത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ മാതൃകയിലേയല്ല. 1861 ഈ കൊളോണിയൽ നിയമമനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഐറിഷ് കോൺസ്റ്റാബുലറിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ പോലീസ് സേനയ്ക്ക് ഒരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ: ഭരണവർഗത്തെ സംരക്ഷിക്കുക. പൗരൻ്റെ അവകാശങ്ങളോ പൗരന് നീതി നേടിക്കൊടുക്കലോ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പോലീസ് സേനയുടെ നയത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഭരണവർഗത്തെ സംരക്ഷിച്ച് പിടിച്ച് നിർത്തുക എന്നുള്ളതാണ്. മസിൽ പവർ കൊണ്ട് ഭയപ്പെടുത്തി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ പോലീസിന് എല്ലാ കാലത്തും നമ്മൾ ഇരട്ടപ്പേരിട്ട് വിളിച്ചിരുന്നത് ഇടിയൻ വാസു എന്നും ഈ പറയുന്ന ചൊറിയണം ബാബു എന്നും പേരുള്ള പല പോലീസുകാരും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസുകാരുടെ ആ കൊമ്പൻ മീശയും ആ രൂപവും കാണുന്ന സമയത്ത് ഭയന്ന് പെരുമാറിക്കൊള്ളണം എന്നുള്ളതായിരുന്നു. ഭയം എന്നുള്ളത് ഭരണഘടനയിൽ ഇല്ല സാർ.
നമ്മുടെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തുന്ന ജനമൈത്രി പോലീസ് എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോലും നടന്നു തുടങ്ങിയത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 7 പതിറ്റാണ്ട് നമ്മുടെ നാട്ടിലെ പോലീസ് നയം എന്ന് പറയുന്നത് ജനമൈത്രി അല്ലായിരുന്നു എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ജനമൈത്രി എന്ന് പേരിട്ടുകൊണ്ടൊരു പുതിയ പോലീസ് നയത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുന്നത്. അപ്പോൾ 1987 നയന സർക്കാരിൻ്റെ കാലത്ത് ചേർത്തല ഗോപയുടെ കാര്യത്തിൽ 20 വർഷമെടുത്തു ആ കേസിൽ ഒടുവിൽ വിധി വരാൻ വേണ്ടി. അതിനുശേഷം 2005 നമ്മൾ ഇന്നും പറയുന്ന ഉദയകുമാർ ഉരുട്ടിക്കൊല കേസ്, അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഫോർട്ടിൽ പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളം കണ്ടു. നമ്മൾ ഇന്നും ഉദയകുമാർ എന്ന് പറഞ്ഞാൽ ഉരുട്ടിക്കൊല എന്നാണ്, ഫോർട്ടിലെ ഉരുട്ടിക്കൊല എന്നാണ് ഏതൊരു ജേർണലിസ്റ്റിൻ്റെയും നാവിൽ വരിക. അമ്മ പ്രഭാവതി അമ്മ ഇപ്പോഴും ഈ ചിരവാലിനെ പോലെ കയറിയിറങ്ങുകയാണ് കോടതി. പോലീസ് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പ്രതികളെ സ്ഥാനത്ത് നിർത്തി. തെളിവുകളെല്ലാം ദുർബലമായിരുന്നു. ഉരുട്ടിക്കൊലയിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. അത് ഉരുട്ടിക്കൊല തന്നെയാണ് എന്നുള്ളത്. 4000 രൂപ മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ഒരു സാധാരണക്കാരായ മനുഷ്യനെ ഉരുട്ടിക്കൊന്നിട്ട് തെളിവ് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ CBI വന്നു. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന കൊലയിൽ ഒരു തെളിവും കിട്ടാതെ CBI കൊടുത്ത കുറ്റപത്രം കോടതി എടുത്ത് കാട്ടിക്കളഞ്ഞു. എന്നിട്ട് മുഴുവൻ ആളുകളെയും കുറ്റവിമുക്തരാക്കി. പ്രോസിക്യൂഷന് ഈ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, രാജന്റെ കേസിൽ മാത്രമല്ല, നയന സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചേർത്തല ഗോപിയാണെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഉദയകുമാറിൻ്റെ കാര്യത്തിലാണെങ്കിലും തെളിയിക്കാനുള്ള ഒരു സംവിധാനം ഈ പോലീസിനെ കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഘടനാപരമായി പോലീസിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പ്രവർത്തിച്ചിരിക്കുന്ന വികാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നീതിയെ പുലരുന്ന, സത്യത്തെ പൂർണ്ണമായിട്ടും പിന്തുടരുന്ന ഒരു സേനയായിട്ട് നമുക്കതിനെ കണക്കാക്കാനേ കഴിയില്ല. ഭരണവർഗത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കൊളോണിയൽ സ്ട്രക്ചറാണ് ഇപ്പോഴും പോലീസ് സേനയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. അത് 2014 നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബാബുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ 2014 നെയ്യാറ്റിൻകരയിൽ നിന്ന് ശ്രീജവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ശ്രീജവ് വിഷം കഴിച്ച് മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ശ്രീജവിന് വേണ്ടിയിട്ട് മകൻ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുകയല്ലേ. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അതിനും നീതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീജവിൻ്റെ കുടുംബത്തിനും കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കസ്റ്റഡി മർദ്ദനത്തിൻ്റെ മറ്റൊരു കഥ. 2018 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവിടെയല്ലേ ശ്രീജിത്ത്, വരാപ്പുഴയിലെ ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിന്റെ കാര്യത്തിലും ഭാര്യ അഖില നടത്തുന്ന നിയമപോരാട്ടം ഇപ്പോഴും തുടരുകയല്ലേ. നീതി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് നോക്കൂ, 2025 നിൽക്കുമ്പോഴും രാജൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കസ്റ്റഡി മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കസ്റ്റഡി മർദ്ദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പോലീസിന് ഒരു ടീമായിട്ട് മാറുകയും തെളിവുകൾ കൊടുക്കാതെ ആ ശിക്ഷാവിധി നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തയുണ്ടല്ലോ, നമ്മുടെ ആലപ്പുഴയിലെ DYSP ആയ ബാബു, ആ DYSP നടത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്താ ഈ സംഭവം നടന്നിരിക്കുന്നത് എപ്പോഴാണ്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അന്ന് CI ആയിരുന്ന ഇയാൾ അന്നത്തെ DYFI പ്രവർത്തകരായിരുന്ന ജയകൃഷ്ണനെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ റിപ്പോർട്ട് SP ഹരിശങ്കർ മുകളിലേക്ക് അയച്ചതാണെന്നേ. ആ റിപ്പോർട്ട് മുൻപിൽ ഇരിക്കെയാണ് അതിൽ നടപടിയെടുക്കാതെ ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിലും അതിനുശേഷം പിന്നീട് വന്ന പിണറായി സർക്കാരാണെങ്കിലും കളിച്ചത്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തൊരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അന്ന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസുകാരനെ ഇടതുപക്ഷ സർക്കാർ വരുന്ന ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പ്രൊമോഷൻ കൊടുത്ത് DYSP ആയിട്ട് ഉയർത്തുന്ന ഒരു വിചിത്രമായ രീതി നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാരുകളുടെ ഭേദമേ ഇല്ല ഇതിൽ എന്നുള്ളതാണ്. UDFൻ്റെ കാലത്ത് പോലീസ് കുറ്റകൃത്യം ചെയ്താലും LDFൻ്റെ കാലത്ത് ആ പോലീസിനെ സംരക്ഷിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ അർത്ഥം. അതിന് ഏതെങ്കിലും തരത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ കുറ്റകൃത്യം എന്ന് പറയാനേ കഴിയില്ല, UDF സർക്കാരിൻ്റെ കാലത്ത് കുറഞ്ഞ കുറ്റകൃത്യം എന്നും പറയാൻ കഴിയില്ല. കാരണം പോലീസ് സേന അങ്ങനെ സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു ക്രിമിനൽ സംഘമായി മാറുന്നത് നമ്മുടെ പോലീസ് നയത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അതിനെ പൊളിച്ചെഴുതാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ പോലീസ് സേന ഈ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സംഘടിത ക്രിമിനൽ കൂട്ടമായി തുടർന്നുകൊണ്ടേയിരിക്കും. 2016 മുതൽ ഇതുവരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, പിരിച്ചുവിട്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്, അത് വസ്തുതയാണ്. പക്ഷേ എന്ന് കരുതി പോലീസ് സേനയിലെ കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ
ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കെ കരുണാകരൻ എന്ന നിലയേക്കാൾ ഒട്ടും മെച്ചമേ അല്ല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയേക്കാൾ മെച്ചമേ അല്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രിയേക്കാൾ മെച്ചമേ അല്ല എന്നുള്ളതാണ്. അതായത് ഈ സർക്കാരിലെ തന്നെ ഏറ്റവും ദുർബലനായ മന്ത്രി ഏതെന്ന് ചോദിച്ചാൽ അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ഒഴിഞ്ഞ് ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന, പൗരബോധമുള്ള ഒരു പോലീസ് സംവിധാനത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൻ്റെ ചുറ്റുപാടിലേക്ക് മാറ്റേണ്ടതുണ്ട്. മറ്റു വകുപ്പുകളെ പോലെ നമുക്കങ്ങനെ കൈഴിച്ചു വിടാൻ പറ്റുന്നതെന്നല്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്ത് മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു പരിഷ്കരണത്തിന് മുതിർന്നത്. ഒരുപക്ഷെ സ്വതന്ത്ര കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പരിഷ്കരണത്തിന് മുതിർന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്താണ്. അന്ന് കേരളത്തിലെ നല്ല ഭരണമായിരുന്നു. മാത്രമല്ല മികച്ച പുരസ്കാരങ്ങളടക്കം അന്ന് കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പോഴും കുറ്റാന്വേഷണ മികവിൽ നമ്മുടെ പോലീസുകാർ മികച്ചതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയാ? ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ വരുമ്പോൾ ഈ ബാബുവിനെ പോലെയുള്ള DYSPമാർ ഇയാൾ ചെയ്ത മറ്റൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഇന്ന് പുറത്ത് വാർത്ത വന്നിട്ടുണ്ട്. ചൊറിയണം തേച്ചു ഇത്രയാൾ. ഒന്ന് ആലോചിക്കണം, ഇയാളെ ശിക്ഷിച്ചതാണ് ചേർത്തലയിലെ മജിസ്ട്രേറ്റ് കോടതി, ഇത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ച DYSP ആണ് ഇപ്പോൾ ആലപ്പുഴയിൽ ഇരിക്കുന്ന ഈ കക്ഷി. ഈ ആൾ ചൊറിയണം തേച്ചു. അതായത് ഒരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാളെ അന്ന് പിടിച്ചോണ്ട് വന്നിട്ട്, അന്ന് SI ആയിരിക്കുന്ന സമയത്ത് 2006 മറ്റോ ആണ്, SI ഇരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആളെ സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് വന്ന് നഗ്നനാക്കി അയാളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ ചൊറിയണം പുരട്ടി. ആ കേസ് എത്ര വർഷം എടുത്തെന്നറിയാമോ? അന്ന് തുടങ്ങിയ കേസ് 2024 വിധി വന്നത്. ഇയാളെ 1 മാസം തടവിനും 1000 രൂപ പിഴയും വിധിച്ചു. 2006 കേസിന് വിധി വരുന്നത് 2024. ഒന്ന് ആലോചിച്ച് നോക്കണം. UDF സർക്കാരിന്റെ കാലത്തുനിന്ന് തുടങ്ങി LDF സർക്കാരിന്റെ കാലമാകുമ്പോൾ ആ SI ഇപ്പോൾ എവിടെ എത്തി? DYSP ആയി. ചൊറിയണം തേച്ച സിദ്ധാർത്ഥൻ ഇപ്പം എന്താണ്, അദ്ദേഹം റിട്ടയർ ആയി കാണും. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ പോലീസ് സേനയെ ഇങ്ങനെ ഒരു കാരണവശാലും നിയന്ത്രണമില്ലാതെ വിടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നില്ല. അത് പോലീസിംഗ് സംവിധാനത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരു പിശകാണ്. അതിൽ നയം മാറിയേ മതിയാകൂ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നില്ല. Meet the editors.